ഒരു കാലത്ത് ഭാഷാ സമരമൊക്കെ നടക്കുമ്പോൾ ആ സമരത്തിൽ ആവേശത്തോടുകൂടി പങ്കെടുത്ത് നാട്ടിലും മറുനാട്ടിലും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ ആവേശമായി ഒരുപാട് കാലം പ്രവാസിയായി ജീവിച്ച് ഇപ്പോൾ അല്പം പ്രയാസിയായി ഈ വേദിയിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട ഡോക്ടർ പുത്തൂർ റഹ്മാൻ സാഹിബ്, വേദിയിൽ ഇരിക്കുന്ന ഈ പഞ്ചായത്തിലെ വിവിധ തുറകളിലെ മുസ്ലിം ലീഗിൻ്റെ വിവിധ മേഖലകളിലെ സംഘാടകരും പ്രവർത്തകരുമായിട്ടുള്ള വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള ഹരിത രാഷ്ട്രീയത്തിൻ്റെ അമരത്തിരിക്കുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുയായികളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഈശ്വരനെ തള്ളിപ്പറഞ്ഞ് കോടീശ്വരനിൽ വിശ്വാസമർപ്പിച്ച് നീങ്ങുന്ന സഖാവ് പിണറായിയുടെ ആളുകൾക്ക് എൻ്റെ ലാൽസലാം. ഇവിടെ ബഹുമാന്യനായ തങ്ങളുടെ പ്രസംഗശേഷം പുത്തൂർ റഹ്മാൻ സാഹിബ് തൻ്റെ അനുഭവങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ ഉയർച്ചയിലൂടെ കടന്നുപോയി വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാണെങ്കിലും സമർത്ഥമായി സംസാരിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ പരിപാടിയിലെ ചീഫ് ഗസ്റ്റാണ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ബഹുമാന്യനായ മഞ്ഞളാംകുഴി അലി സാഹിബും ഇവിടെ വന്ന് പ്രസംഗിച്ചു. ഇവിടെ ധാരാളം പ്രവർത്തകർ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരു ശുഭമുഹൂർത്തവും എന്തുകൊണ്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു ഖാദിം എന്ന നിലയിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പൊതുയോഗങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വരുന്നവരെ സ്വീകരിക്കാനേ നേരമുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ആ മൂലക്കലായിരുന്നു, ഇവരെ ഫോട്ടോ എടുക്കണ നേരത്തൊക്കെ നമ്മുടെ വേദിയിൽ ധാരാളം ആളുകൾ പാർട്ടിയിലേക്ക് വരികയാണ്. എല്ലാ സ്ഥലത്തുള്ളൊരു സ്ഥിതി അതാണ്. മാത്രമല്ല, പുത്തൂർ റഹ്മാൻ സാഹിബ് മാലയിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് എന്നോട് ഇടാൻ പറഞ്ഞു. പിന്നെ അടുത്ത് നിൽക്കുന്നവരെടുത്ത് കൊടുത്തു. ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് പറയുന്നത്. ഇത് ഒരു പുതുമയായിട്ട് ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി പറയല്ല. ഒന്നിനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 30 ആൾക്ക് കൊടുവള്ളിയിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ പോവുകയാണ്. അങ്ങനെ റസാഖ് മാഷ് കുറച്ച് മെമ്പർഷിപ്പ് കൊടുത്തു, പിന്നെ ഉമ്മർ മാഷ് കൊടുത്തു. ചുരുക്കത്തിൽ നന്ദി പറയുന്ന ആൾക്ക് വരെ പണിപ്പത് കൊടുക്കല. ഞങ്ങൾ ശിവകാശിയിൽ ഞടിക്കാൻ കൊടുത്തിട്ടുണ്ട് മാർച്ചിച്ചേരെ. ഇത് തികയൂല, അവിടെ ഒന്നും നിൽക്കൂല. നിങ്ങളെന്താ ഈ രാജ്യത്ത് വിചാരിച്ചത്? ഞങ്ങളുടെ പ്രവർത്തകരെ നിർവീര്യമാക്കാൻ തെരഞ്ഞെടുപ്പിൽ ഒരു ആയുധം നഷ്ടപ്പെട്ടപ്പോൾ, ഭരണത്തിൻ്റെ മദ്ഹ് പറയാനില്ലെന്ന് കണ്ടപ്പോൾ, കേന്ദ്രത്തിൻ്റെ കുറ്റം പറയാനില്ലെന്ന് കണ്ടപ്പോൾ, ഞങ്ങളെ നേതാക്കളെ നുള്ളി നോവിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ നീക്കണ്ടല്ലോ, ഇസ്രാഫീൽ സൂറിലൂതുന്നവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടാവില്ല. നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്ത പണി എന്താണ്? മുസ്ലിം ലീഗിനെ കശകാൻ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം തീർന്നു. അപ്പോൾ അപവാദങ്ങളുമായാണ് നിങ്ങൾ രംഗത്ത് വന്നത്. അതുകൊണ്ട് കടുത്ത നാശനഷ്ട നിങ്ങൾക്ക് വരുത്തി വെച്ചത്. ഈ കേസിലെ പ്രതിയായ സഖാവ് ദാസൻ ചിരിക്കുകയാണ്, സഖാവ് രാജഗോപാൽ പൊട്ടിച്ചിരിക്കുകയാണ്, ഈ കേസ് ഒതുക്കി തീർത്ത ശശി കൊലച്ചിരി ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടവരൊക്കെ അപ്പുറത്താണ്. പൂരപ്പറമ്പിൽ കള്ളനതാ പായുന്നേ എന്ന് പറഞ്ഞ് പോക്കറ്റടിക്കാരൻ ഓടുന്നത് പോലെയാണ് നിങ്ങളിപ്പോൾ അഭിനയിച്ചത്. നിങ്ങൾ കാട്ടിക്കൂട്ടിയ വിക്രിയ ഈ രാജ്യത്തിൽ ലീഗിൻ്റെ മേത്ത് തേച്ച് എങ്ങനെയാണ് 4 ആളെ ഈ പാർട്ടിയിൽ നിന്ന് കുറക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയത്. അത് നിങ്ങൾ കരുതിയത് എന്താണെന്നറിയാം? തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം നമ്മൾ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്നൊക്കെ പറയല്ലോ എന്ന പോലെ സഖാക്കൾ വളരെ മനോഹരമായ തലേ ദിവസം ഒന്ന് കണ്ടെടുത്ത് പൊട്ടിച്ച് പിറ്റത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ കോലാഹലം സൃഷ്ടിച്ച് വിലക്കയറ്റം മറക്കണം, അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള നാത്തൂം പോര് മറക്കണം, മാർച്ചിട്ട് പാർട്ടിക്കകത്തെ മന്ത്രിമാരുടെ അഴിമതി മറക്കണം, ശ്രീമതി ടീച്ചറെ മോനും കോടിയേരിയുടെ മോനും അതുപോലെ പിണറായിയുടെ ഭാര്യയും
അച്യുതാനന്ദൻ്റെ മോനും ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം ജനങ്ങൾ മറക്കണം. ഞങ്ങൾ ഈ രാജ്യത്ത് ഇനിയും ഒന്നുകൂടി അധികാരത്തിൽ വരാനുള്ള നല്ലൊരു ഏർപ്പാട് ഒരുക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഉണക്കാനിട്ട മരുന്നായിരുന്നത്. ആ മരുന്ന് നിങ്ങൾ ഉണക്കാനിട്ടിട്ട് നിങ്ങളെ പിണറായി വിജയൻ അത് വളരെ മനോഹരമായി ചിക്കിപ്പരത്തി, അച്യുതാനന്ദൻ അതിൻ്റെ ചൂട് കൊള്ളിച്ച്, KT ജലീൽ അതിനൊരു തിരിവുണ്ടാക്കിയിട്ട് PP റൌഫിനെ കൊണ്ട് തീപ്പെട്ടിക്കൊള്ളി എഴുതിയിട്ട് തലേ ദിവസം പൊട്ടിക്കാൻ വിചാരിച്ച് നിങ്ങൾ ഉണക്കാനിട്ട മരുന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ സെൻറ്റർ ഫോർവേഡായ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി പോയിട്ട് ഇങ്ങണ്ട് എടുത്തിട്ട് ഉരുട്ടിയിട്ട് അങ്ങണ്ടിട്ട് നെഞ്ഞത്തേക്ക്. നിങ്ങൾ ആരേറ്റാ കളിച്ചത്? ആരേറ്റാ നിങ്ങൾ കളിച്ചത്? കളരി അഭ്യാസം. കളരിപ്പയറ്റിലെ ഉസ്താദിനോട് നിങ്ങൾ അഭ്യാസം കളിക്കാൻ വന്നതാരാ? മർമാണി തൈലം വെക്കണോടുത്ത് ചെറിയിലോക്കിക്കണം നിങ്ങളോ? നിങ്ങൾ ആരോടാ കളിച്ചത്? പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയോടോ? തെറ്റിപ്പോയി മക്കളെ, നിങ്ങൾക്ക് ആള് മാറി. നിങ്ങൾക്കൊരു കൊതത്തോനേറ്റ് കളിക്കായിരുന്നു. ഈ അച്യുതാനന്ദനൊക്കെ പിണറായിനേറ്റ് കൊഞ്ചനായിട്ട് കുഞ്ഞാലിക്കുട്ടിനേറ്റ് കൊഞ്ചണ്ട. ഇത് ലീഗാ. ലീഗിൻ്റെ അണികളി ഇരിക്കുന്ന ഈ സമാധാനത്തിൻ്റെ ഇരുത്തുണ്ടല്ലോ, അതെന്താണെന്നറിയോ? ഞങ്ങളെ കൈയൊന്നും സർവീസ് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചതുകൊണ്ടൊന്നല്ല. നിങ്ങൾ വളരെ മോശമായി ഞങ്ങളെ നേതാക്കന്മാർക്കെതിരെ ഫ്ലക്സ് ബോർഡാണ്ട് വെച്ചപ്പോൾ ഞങ്ങൾ നിയമത്തിൻ്റെ വശം നോക്കി SP യോടും DYSP യോടും പറഞ്ഞു, അവരൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് 2-3 ദിവസമൊക്കെ നിന്നു. തിരിച്ച് ഞങ്ങൾ യാഥാർത്ഥ്യത്തിലുള്ളതൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ രണ്ടും അയക്കാൻ തുടങ്ങി അല്ലേ? അങ്ങനെയാണ് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നറിയാം. ഇനി ഞങ്ങളെ പരിപാടി അതാണ്. നിങ്ങളുടെ ഈ ഏറും കുത്തും കൊണ്ട് ഞങ്ങളെ പറ്റുബുക്കിലൊക്കെ അത് വരവ് വെച്ച് ഞങ്ങളെ ബുക്ക് തീർന്നിക്കണം. ഇനി ഞങ്ങൾക്കുണ്ട് ചില പണികളൊക്കെ. അത് ഈ രാജ്യത്ത് മാന്യതയുടെ രാഷ്ട്രീയം ഞങ്ങൾ പരമാവധി പയറ്റി ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മാച്ചിട്ടുപാട്ടിക്കൊരു തോന്നൽ ഞങ്ങൾ മോശക്കാരാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കളിച്ചത് അല്ലേ? നിങ്ങൾ കണ്ടില്ലേ ആ പത്രസമ്മേളനത്തെ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തിയപ്പോൾ ഞങ്ങളൊക്കെ അന്ന് UAE KMCCയുടെ പരിപാടിയിലാണ്. അത്ഭുതപ്പെട്ടു പോയി. ചിലരൊക്കെ സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നു, എന്തിനാ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ അസമയത്ത് ഇതിങ്ങനെ പറഞ്ഞത്? തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, ഇനി ഇതിന് മറുപടിയും ചാനലുകാർ പ്രത്യേകമായി ഓരോന്നുണ്ടാക്കി കൊടുന്ന്. അപ്പോഴാണ് ആ കോഴിക്കോട്ടെ തെരുവ് തട്ടുന്ന ഒരുത്തിയെ കൊണ്ടുവന്ന് വീണ്ടും അവൾ പണ്ട് പറഞ്ഞത് ഒന്നും കൂടി ആ CD ഇട്ട് ജനങ്ങൾക്കൊക്കെ ഇപ്പം പറഞ്ഞതാന്ന് തോന്നിക്കണ രൂപത്തിൽ ഈ കോലാഹലം സൃഷ്ടിച്ചപ്പോൾ നമുക്ക് തോന്നിയിരുന്നു എന്ത്, ഇതിപ്പോൾ പറഞ്ഞത് വേണ്ടിയില്ലായിരുന്നു എന്ന്. പക്ഷേ തെറ്റിപ്പോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ മനോഹരമായിരുന്നു അന്നാ ചെയ്ത പരിപാടി. ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്നറിയാം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഈ റഊഫ് ഉണ്ടിറങ്ങും. ഇവരെല്ലാവരും കോലാഹലം ഉണ്ടാക്കും. അജിദീൻ ടീമുണ്ടിറങ്ങും. KT ജലീലിന് പിന്നാലെ ഉണ്ടാവും, TK ഹംസ ഉണ്ടാവും, PTA റഹീം ഉണ്ടാവും. ലീഗിനെതിരെയുള്ള എല്ലാ അലവലാദികളും പാലമരക്കൊമ്പിൽ ചവറ് കൊണ്ടിട്ട പോലെ ഒന്നിച്ചു നിൽക്കും എന്ന് നമ്മളന്ന് കണ്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജോൺ ബ്രിട്ടാസിൻ്റെ മുമ്പിൽ പർദ്ദ ധരിച്ചൊരു പെണ്ണൊരുത്തിയിരുന്ന് ഇതുപോലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മോശമായി വർത്തമാനം പറയുന്നു. പരിശുദ്ധ ഖുർആൻ പിടിച്ച് സത്യം ചെയ്യാൻ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണാണോ ആണാണോ എന്ന് തിരിയാത്ത സമയത്താണ് ബ്രിട്ടാസേ ഇത് ഞാൻ തന്നെയാണ് എന്ന് പറയാൻ ഹിജാബ് നോക്കണേ. തൻ്റെ ഭർത്താവ് അന്യപുരുഷന്മാരിൽ നിന്ന് കാണാതിരിക്കാൻ വേണ്ടി കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത ഹിജാബ് മറ LDFന് വേണ്ടി പൊന്തിച്ചു കാണിച്ചിട്ട് ജോൺ ബ്രിട്ടാസിനോട് കുഞ്ഞാലിക്കുട്ടി എന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറയാൻ കണ്ടെത്തിയ സമയേതാ മക്കളെ? തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം. തറവാട്ടിൽ പറഞ്ഞോളാണെങ്കിൽ കെട്ടിയവനോട് പറയണം, കുട്ടികളോട് പറയണം, ബാപ്പാനോട് പറയണം, തറവാട്ടിൽ അവതരിപ്പിക്കണം. ജോൺ ബ്രിട്ടാസ് ആരാ? ബാപ്പേ. ജോൺ ബ്രിട്ടാസിൻ്റെ മുമ്പിൽ വന്ന് പറയാനുള്ള താല്പര്യം എന്താ? അങ്ങനെ പറഞ്ഞാൽ നാട്ടുകാരറിയും. പിറ്റേ ദിവസം അത് വോട്ടാക്കാം. പൊന്നാനിയിൽ ഈട്ടി മത്സരിക്കുന്നു. മലപ്പുറത്ത് നമ്മുടെ അഹമ്മദ് സാഹിബ് മത്സരിക്കുന്നു. ഇതിന് തലേ ദിവസം വന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ കൈരളി ചാനലിൽ ഈ കള്ളക്കരച്ചിൽ കണ്ടപ്പോൾ നമ്മുടെ വല്യമാരൊക്കെ പറഞ്ഞു, ഇതുപോലെ എത്ര സീരിയൽ കണ്ടോല ഞങ്ങളൊക്കെ. ആ വഴിക്ക് പോയില്ല. അങ്ങനെ അന്ന് നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കി. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനറിയാം ഇതുപോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉമ്മൻചാണ്ടിയോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ജാഥ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല ഉഷാറായിട്ട് UDF ഇങ്ങനെ കേരളത്തിൽ പത്തരമാറ്റിൻ്റെ തിളക്കത്തിലാണ്. LDF എന്തെങ്കിലും ഒന്ന് എടുക്കും. ഞാൻ എൻ്റെ ഈ എളിയ ഈ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങളൊക്കെ പഞ്ചായത്തിൽ
വാർഡിൽ ലീഗിന് ജയിക്കാൻ നല്ല അവസരം ഉണ്ടാകുമ്പോൾ അവരൊരു കുലുമാല് ആ മഹലിൽ ഉണ്ടാക്കും. എങ്ങനെ വോട്ടുണ്ടാക്കി തീർക്കാം? അത് സുന്നി അടിച്ചിട്ടാണോ, സുന്നി മുജാഹിദും അടിച്ചിട്ടാണോ, എന്താണ് ഇവരെ പണിയെന്ന് നോക്കിയാൽ 4 ആളെ 2 ഭാഗത്ത് നിർത്തിയിട്ട് എങ്ങനെ വോട്ടാക്കാന്നുള്ള ചിന്ത അത് ചെയ്യും. ഞാൻ താനാളൂരിൽ ഒരു ക്യാമ്പിൽ ഇത് പ്രസംഗിച്ചു. എന്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് അവരൊരു വിഷയം ഉണ്ടാക്കി തീർക്കും. നിങ്ങൾ കണ്ടോ? നിങ്ങൾ വളരെ മനോഹരമായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആ വീക്ഷണമൊക്കെ നമ്മൾ കണ്ടു. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്ത പോലെ ഇവർ ചെയ്യുമെന്ന് കണ്ടിട്ട് നേരത്തെ ആ വെടി പൊട്ടിച്ചു എന്ന് മാത്രമല്ല, അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മനോഹരമായി പുറത്തെടുത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി ഒക്കെ പറഞ്ഞ് ഈ റഊഫ് ഇങ്ങനെ തിളങ്ങി നിന്ന് റഊഫിൻ്റെ പിന്നാലെ പിണറായി കൂടി, ഹംസ കൂടി, റഊഫ് കൂടി, റജീന കൂടി, എല്ലാ ടീമും കൂടി. ഇവർക്ക് എന്തായിരുന്നു പണി? ലീഗിനെ കശകലായിരുന്നു എന്നുള്ളത് അവസാനം നമുക്ക് ബോധ്യമായി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ കാലയവനികക്കുള്ളിൽ മറിയുമ്പോഴും നമ്മോട് മനോഹരമായി പുഞ്ചിരിച്ചു പോയ എൻ്റെ മുത്ത് ശിഹാബ് തങ്ങളെ വരെ കുഞ്ഞാലിക്കുട്ടി കാശ് കൊടുത്ത് വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ കാണിച്ച ആ തൊലിക്കട്ടിണ്ടല്ലോ റഊഫിൻ്റെ, ഓനൊക്കെ കരിമ്പി ജ്യൂസ് അടിക്കണ മെഷീനിലേക്ക് കയറ്റിയിട്ട് മനോഹരമായി കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ മാന്യത പാലിക്കുന്നത് കൊണ്ടാണ്. പാണക്കാട്ട തങ്ങളെപ്പറ്റി പറഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് ബോധ്യമായി ഇവനക്ക് മൂച്ചിപ്പിരാന്താണ് അല്ലേ. എന്തൊക്കെയായിരുന്നു പറഞ്ഞ്? ആദ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കുടുംബത്തിൽ ദുരനുഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ്റെ പത്രസമ്മേളനം. കുടുംബത്തെ തെറ്റിക്കാൻ നോക്കി. പിന്നെ റഊഫിൻ്റെ പത്രസമ്മേളനങ്ങൾ ശ്രദ്ധിച്ചോ? പിന്നെ അവൻ തൊട്ടതാരെന്നറിയങ്ങൾ? ശിഹാബ് തങ്ങളെ ഡ്രൈവറെ. ഇത് ശിഹാബ് തങ്ങളെ ഡ്രൈവർക്കറിയാന്ന് പറഞ്ഞിട്ടൊരു ഇൻഡ് കൊടുത്തു. കലങ്ങിയില്ല, കുടുംബം കൊളായില്ല. വീണ്ടും ഇവൻ പറഞ്ഞത് എന്താ? ഇത് പാണക്കാട്ട തങ്ങളെ കുടുംബത്തിൽ ഒരു മോനക്കറിയാം, അവിടെയും കലക്കാൻ നോക്കി. അവസാനം അവൻ പറഞ്ഞു ഇത് ശിഹാബ് തങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി ശിഹാബ് തങ്ങൾ ആരാണ്, കുഞ്ഞാലിക്കുട്ടി ആരാന്ന്, റഊഫ് ആരാന്നൊക്കെ ജനങ്ങൾക്ക് അപ്പോൾ ബോധ്യമായി. എന്നിട്ട് അവൻ്റെ പിന്നാലെ കൂടിയിട്ട് പാർട്ടി വളർത്താൻ പിണറായി പത്രസമ്മേളനം നടത്തി AKG സെൻറ്ററിൽ. സമസ്ത ഇതിന് മറുപടി പറയണം. ഇജാര മുഷാവറ അങ്ങോ സമസ്ത മറുപടി പറയണം എന്ന് പറയാൻ? നിങ്ങൾ ആലോചിച്ചു ആരൊക്കെ KT ജലീൽ പറഞ്ഞ വർത്താനം എന്താ? മലബാർ സിമൻസിൻ്റെ ശശീന്ദ്രൻ്റെ കൊലപാതകവും ഇതോടൊപ്പം അന്വേഷിക്കണം. ജലീൽ ശ്രദ്ധിച്ചോ? വളരെ താക്കീതായി പറയാ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മക്കളുടെ കരുത്ത് എനിക്കറിയാം, പക്ഷെ കൈക്കരുത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനിട്ട് 4 ഭാഗത്തുനിന്നും ശത്രുക്കൾ മുഴുവൻ വളരെ മനോഹരമായി അവരുടെ ശത്രുത ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു ചവിട്ട്. എന്ത്? മലബാർ സിമൻസിൻ്റെ MD അവിടുത്തെ ശശീന്ദ്രൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കുണ്ട്. നോക്കണം. പിന്നെ കണ്ടിക്കണ് റഹീമിൻ്റെ പ്രസ്താവന. പിന്നാരാ വന്നത്? ഹംസാക്ക. പിന്നെ ഹംസാക്കാൻ്റെ കുറച്ച് ഡയലോഗ്. ഇപ്പോൾ ഒരു പണിയില്ല, പട്ടൂർ